ഹലോ ഹായ് അസ്സലാമു അലൈക്കും മക്കളെ. ഞാനില്ലേ ഈ ബഹ്റൈനിൽ വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരത്തിയും വേറെ കുറച്ച് ദൂരമാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഞങ്ങളെ റൂമിൻ്റെ അടുത്ത് നിന്ന് ബസ് കയറി 3 ബസ് കയറണം കേട്ടോ അവളുടെ റൂമിലേക്ക് എത്തണമെങ്കിൽ. അപ്പം ഞാൻ ബസ്സും പിന്നെ ബസ് സ്റ്റോപ്പും ബസ്സിൽ കയറുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബസ്സിൽ കയറാൻ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഒറ്റയ്ക്ക് പോകാനൊക്കെ പേടിയാണ്. എന്നുവെച്ചാൽ ബസ്സിൽ ആരും മലയാളം പറയണില്ലല്ലോ, ഒക്കെ ഇംഗ്ലീഷും അല്ലെങ്കിൽ ഹിന്ദി അറബിയൊക്കെ അല്ലേ. അപ്പോൾ ഞാനൊരു ഫ്രണ്ടും പാടെ പോയിട്ട് ഞങ്ങൾ മൊറക്ക് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ബസ്സിൽ വെച്ച ക്ലിയൻഡറും കണ്ടക്ടറൊക്കെ ഉണ്ടാവില്ലേ, ഇവിടെ ഒരു ബസ്സിൽ ഡ്രൈവറും മാത്രമേ ഉണ്ടാകുള്ളൂ കേട്ടോ. പിന്നെ പൈസ മേടിക്കാനും ഇതൊക്കെ ഒരാൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. എന്നിട്ടാണ് നമ്മൾ സീറ്റിൽ പോയിരിക്കുക കേട്ടോ. അല്ല നമ്മളെ അടുത്തേക്ക് പൈസ മേടിക്കാനായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ബസ്സിൽ കയറിയിട്ടോ. നിറച്ച് ഫിൽപ്പേനികളും ഒക്കെ ഉണ്ടായിരുന്നു ബസ്സിൽ. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ ഈ കുറച്ച് സീറ്റ് ഉണ്ടാകുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിൽക്കേണ്ടി വരും കേട്ടോ. നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. പൊന്നും മക്കളെ, 11ാമത്തെ നിലയിലാണ് ഞങ്ങൾ നിൽക്കണം കേട്ടോ. എന്താണ് ഒരു അടിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തല ചീറ്റും മക്കളെ. ഫുള്ളും ബഹ്റൈന് മൊത്തം കാണുന്ന പോലെയാണ്. അതിൻ്റെ മുകളിൽ അവളുടെ ബാൽക്കണിയിൽ പോയി നിന്നപ്പോൾ ഞങ്ങളൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. എന്താണ് രസിച്ചിട്ടാണ്. രാത്രി ഒരു 7:30 മണിയായിരിക്കും കേട്ടോ. അപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ അവിടെ വീഡിയോ എടുത്തത്. നല്ല ഭംഗിയുണ്ട്. എത്ര സ്ഥലത്തും രാജ്യങ്ങളും നമ്മൾ ഈ ബഹ്റൈനിൽ നിന്നിട്ട് അല്ലേ. ബഹ്റൈനിന് കുറച്ച് സ്ഥലമുള്ളൂ. അതിൽ ഏകദേശം സ്ഥലം അവിടെ അവളുടെ ബാൽക്കണിയിൽ പോയി നിന്ന് ആ വീഡിയോ എടുത്താലേ കാണും കേട്ടോ. 11ാമത്തെ നിലയിലാണ് മക്കളെ. ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് അവിടെ ലിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ സ്റ്റെപ്പൊന്നും കയറാൻ വയ്ക്കൂല, അത്രയും ഉയരമുള്ള റൂമല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നിട്ട് രാത്രിയാണ് വീഡിയോക്കെ എടുത്ത് കുറേ നേരം ഞാൻ നോക്കി നിന്നു മക്കളെ. അവിടുത്തെ ഇത് കണ്ടിട്ട് ഞാൻ ഈ നിൽക്കുന്നിടത്ത് അടിയിലേക്ക് നോക്കുമ്പോൾ എന്തെന്നാ പറയണ്ട് നോക്കാൻ പറ്റില്ല. അത്രക്കും പേടിയാവും. അമ്മാതിരത്തെ കുണ്ടാട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര നിലയുടെ മുകളിൽ കയറിയിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പേടിയാകുകയാണ് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വിട്ട് നിന്നോളി, തല ചീറ്റുള്ളൂ പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങളവിടെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തേക്കാണ്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് എടുത്തതാണ് കേട്ടോ. കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കണ്ടൻറ്റൊന്നും ഇല്ലാത്തൊരു വീഡിയോസാണ് മക്കളെ. എന്താണ് ദിവസേന ഈ കണ്ടൻറ്റ് ഉണ്ടാക്കാമെന്ന് പറയാൻ പറ്റണില്ല. എന്നിപ്പോൾ ഇങ്ങനെ കുക്കിങ് നിങ്ങളെ മുന്നിലേക്ക് എത്തിപ്പോരുമ്പോൾ നിങ്ങൾക്കും അതൊരു ബോറാവൂലേ. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെയും കൂടി ഇവിടെ കയറിയതും ഇവിടെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുത്തതാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും മക്കളെ. അപ്പോൾ നമ്മൾ വേറെ എവിടേക്കും പോയിട്ടില്ല. അവിടെ പോയി ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോരാൻ നേരത്താണ് കേട്ടോ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നിറച്ച് ലൈറ്റും കാര്യങ്ങളും വണ്ടികളും ഒക്കെ ഇവിടെ ഇങ്ങനെ നിന്നിങ്ങനെ കാണാം കേട്ടോ. എല്ലാ സിഗ്നലും കാണാം അവിടെ നിന്നാൽ. ഒരു രസം എന്നാ പറയണ്ട. അവിടെ പോയി നോക്കുമ്പോഴത്തെ കാഴ്ചകളാണത്. അപ്പം ഇത് ഇങ്ങോട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഒന്ന് എടുത്തതാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഞാനിങ്ങോട്ട് ഒഴിഞ്ഞ് നിന്നിട്ടാണ് അടിയിൽ വീഡിയോസ് എടുക്കുന്നത്. കയ്യരത്തേക്ക് പോകാൻ ചെറുകേസിൻ്റെ അവിടേക്ക് പോകാനൊക്കെ പേടിയായിട്ട് അടുത്ത് നിന്നില്ല. ഞാൻ അത്രക്ക് ഉയരത്തിലാണ് നമ്മൾ കയറി നിന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മാഷാ അല്ലാഹ്. അപ്പം ആ രാത്രിക്കലേക്ക് ആ ലൈറ്റും കാര്യങ്ങളും അവിടെ പോയി നിന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി കാണുള്ളൂ കേട്ടോ. വീഡിയോസിൽ അത്ര തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. എടുത്ത് നിന്നാലോ അടിപൊളി.
അപ്പോൾ കുറേ കാലത്തിന് ശേഷം എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് ബസ്സിൽ കയറണം എന്ന് പറഞ്ഞു. എവിടേക്കെങ്കിലും പോകുക വെച്ചാൽ അപ്പോൾ വണ്ടിയിലാട്ടോ പോവുക, ടാക്സിയിൽ. ഇതിപ്പോൾ ബസ്സിൽ അങ്ങനെ പിന്നെ എന്താണ് ബസ്സിന് ഇവിടുന്ന് എന്താണ് മൊഹറക്ക് നമ്മളെ പട്ടാമ്പിക്ക് പോകണം, അത്ര ദൂരം ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് അവിടുന്ന് 3 രൂപ വേണം കേട്ടോ. 3 രൂപ പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തേക്ക് ഒരു 40-40 ഉറുപ്പ്യൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വണ്ടിക്കാച്ചാൽ അതിലേക്കും വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പറയും നമുക്ക് രണ്ടാക്കും ബസ്സിന് പോകുക താത്ത പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ബസ്സിന് അന്നേരം പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മക്കളെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു